വീട്ടിൽ തട്ട് നിറയ്ക്കാനും കോൺക്രീറ്റിനും അതുപോലെ തട്ടുപണിക്കും എല്ലാ പണിക്കും ഇനി രാജം മേശിരിയെ കിട്ടും എന്നാണ് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിട്ടുള്ള പ്രചരണം ഇറങ്ങിയിട്ടുള്ളത്. രാജം മേശിരിയുടെ കയ്യിൽ കുട്ടയുണ്ട്, വട്ടിയുണ്ട്, ഹാമറുണ്ട്, എല്ലാമുണ്ട്. മേശിരിയെ വിളിച്ചാൽ മാത്രം മതി, കേരളത്തിലെ എല്ലായിടത്തും രാജൻ മേശിരിയുടെ സേവനം കിട്ടും എന്നാണ് പറയുന്നത്. ആരാണ് ഈ രാജൻ മേശിരി? ശരിക്കു പറഞ്ഞാൽ അദ്ദേഹത്തിന് കിളി പോയി എന്നാണ് തോന്നുന്നത്. ഇങ്ങനെയുള്ള മന്ത്രിമാരെ ചുമക്കേണ്ടി വരുന്നുണ്ടല്ലോ ജനാധിപത്യത്തിൽ. ജനാധിപത്യമേ മാപ്പ്. എന്തൊരു ഗതികേടാണ് രാജൻ മന്ത്രി. ഒരു വാർത്ത വരുന്നു, ചൂരൽമല മുണ്ടകൈ കെട്ടിടങ്ങൾ പണിത് കൊടുത്തതിൽ 170 കെട്ടിടം മറ്റോ പണിതതിൽ 178 കെട്ടിടങ്ങൾ പണിതതിൽ ചോർച്ചയുണ്ട്, വിള്ളലുണ്ട്. എന്താ ചെയ്യേണ്ടത്? താങ്കൾ അവിടെ ചെല്ലുന്നു, താങ്കൾ ഉരച്ചു നോക്കുന്നു. താങ്കൾ ആരാ ഉരയ്ക്കാൻ? താങ്കൾ ഒരു എഞ്ചിനീയറെ കൊണ്ടുപോണ്ടേ? ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുമായിട്ട് ബന്ധമില്ലാത്ത മറ്റേതൊരു ഏജൻസിയും കൂടെ അത് ചെയ്തിരിക്കുന്നത്, ആ ഏജൻസിയുമായിട്ട് ബന്ധമില്ലാത്ത സർക്കാരിലുള്ള പ്രധാനപ്പെട്ട ചീഫ് എഞ്ചിനീയറെ കൊണ്ടുപോണ്ടേ? PWDയുടെ ചീഫ് എഞ്ചിനീയറെയോ അല്ലെങ്കിൽ PWDയുടെ തൊട്ട് താഴെ, ഇപ്പോൾ ചീഫ് എഞ്ചിനീയർ തിരുവനന്തപുരത്ത് നിന്ന് വരണമെന്നാണെങ്കിൽ മുണ്ടകയിലുള്ള വയനാടിലുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, കൺസ്ട്രക്ഷൻ രംഗത്ത് നിൽക്കുന്ന PWDയുടെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗത്തിൽ നിൽക്കുന്ന എഞ്ചിനീയർമാരുണ്ട്. അവരാരെങ്കിലും വിളിച്ചുകൊണ്ട് പോയി ഉരയ്ക്കണ്ടേ? ഇദ്ദേഹം പാമ്പിനെ പിടിക്കുന്ന പോലെ ഇങ്ങനെ കണ്ണൊക്കെ വെച്ച് നോക്കുന്നു, ഉരച്ച് നോക്കുന്നു, എന്നിട്ട് പറഞ്ഞ് പെൻസിൽ മാർക്കാണ് ഇവിടെ വീണിരിക്കുന്നത്. എന്തിനാണ് വിളിപ്പിക്കുന്നത്? കൃത്യമായ സ്ക്രാച്ച് ഉണ്ടാവും വീടുകൾക്ക്. അത് കൃത്യമായി നനച്ചില്ലെങ്കിൽ സ്ക്രാച്ച് ഉണ്ടാവും. വെള്ളം കയറ്റിയിട്ട് നനച്ചില്ലെങ്കിൽ സ്ക്രാച്ച് ഉണ്ടാവും. സ്ക്രാച്ച് ഉണ്ടായെന്നും കൂടെ നോക്കിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ രാജൻ മേശിരി ഇന്നലെ വല്ലാതെ അവിടെ കിടന്ന് ഷോ കാണിക്കുന്ന കണ്ടു. ചെല്ലുന്നു, ഉരയ്ക്കുന്നു, പെൻസിൽ ഡ്രായിങ് എന്ന് പറയുന്നു, പെൻസിൽ പോറലാന്ന് പറയുന്നു, പിന്നെ ഉരച്ചതിന് ശേഷം കാണുന്നില്ല എന്ന് പറയുന്നു, പിന്നെ തട്ടിൽ കയറി ഉരയ്ക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തതെന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു പിടുത്തവുമില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഉള്ള ആശങ്ക, കേരളത്തിൽ 400 വീടുകൾ വയ്ക്കണം. അതിനകത്ത് കുറേ വീടുകൾ കോൺഗ്രസ് വയ്ക്കുന്നു, കുറച്ച് ലീഗ് വയ്ക്കുന്നു, എന്തായിക്കോട്ടെ. എന്തായാലും സർക്കാർ 300 വീടെങ്കിലും സർക്കാർ വയ്ക്കണം. അല്ലെങ്കിൽ 250 വീടെങ്കിലും സർക്കാർ വയ്ക്കണം. ബാക്കിയാണ് ഈ പലരും വയ്ക്കാൻ പോകുന്നത്. 250 വീട് വയ്ക്കാൻ ഇപ്പം വച്ചിരിക്കുന്ന ക്രമത്തിൽ 27 ലക്ഷം രൂപ വെച്ച് ആവശ്യമില്ല. ഒന്നാമത്തെ വിഷയം. 750 കോടി രൂപ ഖജനാവിൽ കിടപ്പുണ്ട്. ഇതിനു വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ട് മുണ്ടകൈ വയനാട് ചൂരൽമല വിഷയത്തിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് 750 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ഖജനാവിൽ വന്ന് കിടപ്പുണ്ട്. അതായത് CMDRFൽ വന്ന് കിടപ്പുണ്ട്. എത്ര തലകുത്തി മറിഞ്ഞാലും 300-350 കോടി രൂപയ്ക്ക് അപ്പുറം പണം ആവശ്യമില്ല. ഇനി എന്തെല്ലാം തലകുത്തി മറിഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞാലും, തേനും പാലും കൊടുക്കാമെന്ന് പറഞ്ഞാലും ഒരു 350 കോടിക്ക് അപ്പുറം ആവശ്യമില്ല. ഇനി പോട്ടെ, 500 കോടി വെച്ചോളൂ. കുറച്ച് കൈയിട്ട് വാരും അഴിമതി എല്ലാം വെച്ചാൽ 500 കോടി വെച്ചോളൂ. ഈ 500 കോടി രൂപ ഇപ്പം കടം വാങ്ങണ്ട, ഒരിടത്തുനിന്ന് എടുക്കണ്ട, ഫണ്ടിലുണ്ട്. ജനങ്ങൾ ഇതിനു വേണ്ടി മാത്രം കൊടുത്തു. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി നിങ്ങൾ പറയുന്നതനുസരിച്ച് 100 വർഷമായി വലിയ സംഭവമാണ് ഈ രാജ്യത്ത്. വേറെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയില്ല. ടാറ്റ കൺസൾട്ടിങ് സർവീസിനേക്കാൾ വളരെ വലിയ സംഭവമാണ്. എല്ലാൻ്റെയേക്കാൾ വലിയ സംഭവമാണ്. സമ്മതിച്ചു. പണമുണ്ട്, നല്ല ഏജൻസിയുണ്ട്. പിന്നെന്താ ഇത് പണിത് കൊടുക്കാത്തത്? ഇപ്പോഴും പട്ടയം കൈമാറി, ഓക്കെ, വീട് കൈമാറിയിട്ടില്ല. വേണമെങ്കിൽ 10-30 പേർക്ക് ഇപ്പോൾ കൈമാറാം. അപ്പോൾ അവർ പറഞ്ഞു ഒന്നിച്ച് കൈമാറിയാൽ മതിയെന്ന്. ഇതെന്താണ് രാജൻ മേശിരി പറയുന്നത്? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് മേശിരി. വേറൊരു ഡാം ഇവിടെ നിപ്പുണ്ട്. അതായത് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞൊരു ഡാം നിപ്പുണ്ട് ഇവിടെ. ആ ഡാം എങ്ങാനും പൊട്ടിയാൽ 4 ജില്ല മിനിമം, എറണാകുളം, തൃശ്ശൂർ, പത്തനംതിട്ട, കോട്ടയം, പിന്നെ ഇടുക്കി, 5 ജില്ല മിനിമം. പിന്നെ അതിൻ്റെ അനുരണനങ്ങൾ മറ്റ് ജില്ലകളിലും. ലക്ഷക്കണക്കിന് ഒരു 50 ലക്ഷം ജനങ്ങളെങ്കിലും അപകടത്തിലാകുന്ന ഒരു സംവിധാനമായിരിക്കും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ. ഒരു 400 പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റാത്തവർ, ഉരുൾപൊട്ടലുണ്ടായത് ഒരു ചെറിയ പ്രദേശത്ത്, ഉരുൾപൊട്ടൽ വലുതാണ്, വലിയ നാശമുണ്ടായി, പക്ഷെ ചെറിയ പ്രദേശത്താണ് ഉണ്ടായത്. അതിൻ്റെ അർത്ഥം ചെറിയ ഉരുൾപൊട്ടലെന്നല്ല, ചെറിയ പ്രദേശത്ത് വലിയ ഉരുൾപൊട്ടലുണ്ടായി.
ഒരു ചെറിയ പ്രദേശത്ത് വലിയ ഒരു വാർഡ് 2 വാർഡ് ഉൾപ്പെടുന്ന ചെറിയൊരു പ്രദേശത്ത് വലിയൊരു ഉരുൾപൊട്ടലുണ്ടായി. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചുപോയി, കുറേ അധികം നൂറുകണക്കിന് പേർ മരിച്ചുപോയി, കുറേ പേർ ജീവിച്ചിരിപ്പുണ്ട്. അതിൻ്റെ പുനരധിവാസം പണമുണ്ടായിട്ടും ഏജൻസി ഉണ്ടായിട്ടും നടത്താൻ കഴിയാത്ത കേരള സർക്കാർ മുല്ലപ്പെരിയാർ ഡാമിന് വല്ലതും സംഭവിച്ചു പോയാൽ എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവുണ്ടോ? എവിടെയാണ് നമ്മുടെ എഞ്ചിനീയർമാർ, നമ്മുടെ കോൺട്രാക്ടർമാർ, നമ്മുടെ ഭരണ സംവിധാനം എവിടെയാണ്? നമ്മുടെ ഇ ഗവേണൻസും ഗുഡ് ഗവേണൻസും ഒക്കെ എവിടെയാണ്? നമ്മുടെ PWD എവിടെയാണ്? ഇറിഗേഷൻ എവിടെയാണ്? നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആരാണ് പുനരധിവസിപ്പിക്കുക? 50 ലക്ഷം ആളുകൾക്ക് ജീവഹാനി ഉൾപ്പെടെ വരുന്ന അല്ലെങ്കിൽ വരാവുന്ന വളരെ ഗുരുതരമായ ഹീമോഗ്ലോസിൻ്റെ വാള് പോലെ ഒരു വലിയ ഒരു ത്രെഡ് ആ മലനിരകളിൽ നിൽക്കുമ്പോൾ, മുല്ലപ്പെരിയാർ മലനിരകളിൽ നിൽക്കുമ്പോൾ താഴോട്ട് അധിവസിക്കുന്ന ജനങ്ങൾ, അത് ഉപ്പുതറ മുതൽ ഇങ്ങ് താഴെ എടുത്ത പെരിയാറിൻ്റെ തീരത്തൊക്കെ താമസിക്കുന്ന എറണാകുളത്തൊക്കെ ഉള്ള വളരെ വലിയൊരു ജനവിഭാഗം എന്ത് കണ്ടിട്ട് ആരെ വിശ്വസിച്ചിട്ടാണ് ഉറങ്ങേണ്ടത്? എന്താണ് ഈ ഭരണകൂടം ചെയ്യുന്നത്? തീർച്ചയായും ഇത്ര ചെറിയ ഒരു സ്ഥലത്ത് ഒരു വലിയ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത, അതിൻ്റെ പുനരധിവാസം കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്, പണമുണ്ടായിട്ടും ഏജൻസി ഉണ്ടായിട്ടും സംവിധാനങ്ങൾ കയ്യിലുണ്ടായിട്ടും വളരെ കൃത്യമായി ഇത് 2 വർഷത്തോളമാകുന്നു ഉരുൾപൊട്ടിയിട്ട് ഇതുവരെ അത് ചെയ്തു കൊടുക്കാൻ കഴിയാത്തതും, ചെയ്തത് തന്നെ പരാതിയിലേക്ക് പോകുന്ന രാജൻ മേശ്ശേരിയൊക്കെ ചെന്ന് അവിടെ കട്ടളയും നൂൽക്കട്ടയും വെച്ച് നോക്കേണ്ട അവസ്ഥ വന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചപ്പോൾ പ്രിയപ്പെട്ട രാജൻ മേശ്ശേരി കഷ്ടകാലത്തിന്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട പിണറായി വിജയൻ കഷ്ടകാലത്തിന് നമുക്ക് മുല്ലപ്പെരിയാറൊന്ന് പൊട്ടിപ്പോയാൽ അറിയില്ല, നമുക്ക് അത് പൊട്ടിയാൽ എന്താണ് നിങ്ങളുടെ പ്ലാൻ? നിങ്ങൾക്ക് എന്തെങ്കിലും വിഴുങ്ങസിയാൻ നോക്കിയിരിക്കുമോ? അതുപോലെ അതല്ല, അതെല്ലാം കുത്തൊലിച്ച് പോയതിനു ശേഷം, ലക്ഷങ്ങൾ മരിച്ചു പോയതിനു ശേഷം, അവരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ഇതുപോലത്തെ ഉടായ്പ പുനരധിവാസവുമായിട്ട് വരാം എന്നാണോ കരുതുന്നത്? എന്താ നിങ്ങളുടെ പരിപാടി? ആരാ നിങ്ങളുടെ നേതാവ്? എന്താ നിങ്ങളുടെ പ്ലാൻ? മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ പ്ലാൻ എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. അതോ 170 പേർക്ക് വെച്ചു കൊടുത്ത വീട് 27 ലക്ഷം രൂപ, 1000 സ്ക്വയർ ഫീറ്റിന് 1000-ന് താഴെ സ്ക്വയർ ഫീറ്റുള്ള വീട് 27 ലക്ഷം രൂപയ്ക്ക് വെച്ചു കൊടുക്കുന്ന മാസ്മരിക വിദ്യകൾ, എന്തെങ്കിലും വിസ്മയങ്ങൾ മുല്ലപ്പെരിയാറിൽ കൊണ്ടുവരുമോ? അതോ അത് പൊട്ടിപ്പൊളിഞ്ഞ് പോട്ടെ, എന്നിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാം എന്നുള്ള, അല്ലെങ്കിൽ അതിലും കുറേ പണം കിട്ടുമല്ലോ, കുറേ പുനരധിവാസവും പണമെല്ലാം കിട്ടുമല്ലോ, അത് കാണുന്ന തിരുവനന്തപുരത്തുള്ള സെക്രട്ടേറിയറ്റിലെയും തിരുവനന്തപുരത്തെ ഉദ്യോഗസ്ഥരും, കാര്യം പ്രധാനപ്പെട്ട മുഖ്യ ഉദ്യോഗസ്ഥരൊക്കെ ഇരിക്കുന്ന തിരുവനന്തപുരത്താണ്. മുല്ലപ്പെരിയാർ ഡാം കെട്ടിയാൽ തിരുവനന്തപുരത്ത് വലിയ പ്രശ്നമുണ്ടാകുന്നില്ല, കാര്യം എത്രയോ ദൂരെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് ബാധിക്കുന്നതല്ല എന്നുള്ള നിലയിൽ മുല്ലപ്പെരിയാർ പൊട്ടട്ടെ എന്നുള്ള, പൊട്ടാനായി വിട്ടുകൊടുക്കുകയാണോ? പൊട്ടിയാൽ എന്തായിരിക്കും ഈ പൊട്ടന്മാർ നമുക്ക് വേണ്ടി ചെയ്യുന്നത്?